വാണ്ടറിസ്റ്റഡ് ചാനലിലേക്ക് സ്വാഗതം. Today we are in Kerala's green paradise called Wayanad. ഞങ്ങളിത് കഴിഞ്ഞ വർഷം നടത്തിയൊരു യാത്രയാണ്. ഈ യാത്രയിൽ ഞങ്ങൾ താമസിച്ചത് മേപ്പാടിക്കടുത്തുള്ള ആരണ്യകം എന്നൊരു ഹോം സ്റ്റേയിലാണ്. വളരെ മനോഹരമായൊരു ഹോം സ്റ്റേ ആണിത്. കേരളത്തിലെ പഴയകാല തറവാടുകളുടെ രൂപകൽപ്പനയിലുള്ള ഒരു ഹോം സ്റ്റേ ആണ് ആരണ്യകം. ഒരു കൊച്ചു പൂന്തോട്ടം, ആ പൂന്തോട്ടത്തിൻ്റെ അടുത്തുള്ള ഈ ഹോം സ്റ്റേ, അതിന് ചുറ്റുമുള്ളൊരു കോഫി പ്ലാന്റേഷൻ, പിന്നെ ഈ ഹോം സ്റ്റേക്ക് തൊട്ട് മുന്നിൽ തന്നെ അതിഥികൾക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഊട്ടുപുര പോലെയുള്ള സെറ്റപ്പ്. എന്താ പറയാമെന്നറിയില്ല. അവിടെ താമസിക്കുമ്പോൾ കിട്ടുന്നൊരു, നമ്മളവിടെ എത്തുമ്പോൾ തന്നെ ഞങ്ങൾ വൈകുന്നേരമായിരുന്നു. ആ വൈകുന്നേരം എത്തുമ്പോൾ ഒരു ചെറിയൊരു ലൈറ്റ്, മങ്ങിയ വെളിച്ചം, അത് കണ്ടു നിൽക്കാൻ തന്നെ എന്തൊരു ഭംഗിയായിരുന്നു അറിയാം. നമ്മളാ ദൂരെ കാണുന്നതേ ഒരു പുഴയാണ്. ആ പുഴ കുറച്ച് വറ്റി വരേണ്ട ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ശരിക്കും ഒരു സമ്മർ ടൈമാണ് പോയതാണ്. പക്ഷേ കുറച്ച് രാത്രി അങ്ങോട്ടായി തുടങ്ങിയപ്പോൾ ഒരു മൊത്തം ഒരു ലുക്ക് തന്നെ ഈ ഒരു ഏരിയ മാറി. ചെറിയ തോതിലൊരു മൂടൽമഞ്ഞ് വരാൻ തുടങ്ങി. ആ മൂടൽമഞ്ഞിൻ്റെ കൂടെ ഈ ഹോം സ്റ്റേ ലൈറ്റുകളൊക്കെ വന്നപ്പോൾ എന്താ പറയുക, ഒരു സ്വർഗം, അല്ലെങ്കിൽ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലത്തെത്തിയൊരു ഫീല് നമുക്ക് കിട്ടി തുടങ്ങി. കുട്ടികൾക്കൊക്കെ വളരെ എൻജോയിങ് ആയിരുന്നു. കാരണം ആ ഒരു അറ്റ്മോസ്ഫിയർ അവർക്ക് ചിലപ്പോൾ കിട്ടാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വളരെ വളരെ ഭംഗിയായിരുന്നു. ഞങ്ങൾ കൂടുതൽ സമയവും വീടിൻ്റെ പുറത്ത് ആണ് സമയം ചിലവഴിച്ചത്. അത്രയും രസമായിരുന്നു കാണാൻ വേണ്ടി. ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ആയിട്ട് ആൾക്കാർ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. നമുക്കൊന്ന് ഈ ഹോം സ്റ്റേയുടെ ഉൾഭാഗം കൂടി ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും കേരള തനിമ എന്താ പറയണ്ടേ, എല്ലാ സ്ഥലത്തും കാണാമെന്ന് പറയാം. അത്രയും രസമാണ് കേട്ടോ. ഒന്ന് നോക്കൂ നിങ്ങൾ, എത്ര ഭംഗിയുള്ളതാണ് അതിൻ്റെ ഉൾഭാഗം എന്ന്.
ഞങ്ങൾ അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മുടെ 900 കണ്ടി എക്കോ പാർക്കിലോട്ട് യാത്ര തിരിച്ചു. അവിടെ നിന്ന് തന്നെ ഞങ്ങളൊരു ജീപ്പ് ഹയർ ചെയ്യായിരുന്നു. ആ രാവിലത്തെ യാത്രയുണ്ടല്ലോ, നിങ്ങൾക്ക് കാണാം, വീഡിയോയിൽ തന്നെ കാണാം, മൂടൽ മഞ്ഞും ടീ പ്ലാന്റേഷനും ഒക്കെ ആയിട്ട് ഇറ്റ് വാസ് റിയലി നൈസ്. വളരെ രസകരമായിരുന്നു. നമ്മുടെ ഈ 900 കണ്ടി, അതായത് 900 കണ്ടി എക്കോ പാർക്ക്, അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് കേരളത്തിൽ തന്നെ ലോങ്ങസ്റ്റ് ഹാങ്ങിങ് ബ്രിഡ്ജ് എന്നുള്ളതാണ്. അത് കാണാനാണ് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയത്. ആദ്യമൊക്കെ നല്ല റോഡായിരുന്നെങ്കിലും കുറച്ച് അങ്ങോട്ട് എത്തുന്തോറും റോഡിൻ്റെ ഒരു അവസ്ഥയൊക്കെ മാറി തുടങ്ങി. കാരണം അതുകൊണ്ടാണ് ജീപ്പ് ഉപയോഗിക്കേണ്ടി വരുന്നത്. നമുക്ക് ജീപ്പിൽ മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റൂ, വേറൊരു വെഹിക്കിളിനും അങ്ങനെ പോകാൻ പറ്റില്ല. കാരണം അത്രയും ഉയരത്തിലുള്ളൊരു സ്ഥലമാണ്. പിന്നെ കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ നമുക്ക് റോഡ് തന്നെ ഇല്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അത് ജീപ്പിൽ മാത്രമേ ആ യാത്ര പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല രസകരമായിരുന്നു കേട്ടോ. നല്ല കുലുക്കൊക്കെ ആയിട്ട്, റോഡ് തീരെയില്ല, വലിയ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഈ ജീപ്പ് ഡ്രൈവ് ചെയ്യുന്ന ഒരവസ്ഥ. സത്യം പറഞ്ഞാൽ ഈ ജീപ്പ് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഡ്രൈവിംഗ് സ്കില്ലുണ്ടല്ലോ, അത് ശരിക്കും അംഗീകരിക്കേണ്ടതാണ്. ആ ഒരു ഓഫ് റോഡിങ് ഒക്കെ എക്സ്പീരിയൻസ് നമുക്ക് കുറച്ചും ഉള്ളിൽ കുറച്ചങ്ങോട്ടെത്തുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവുമെങ്കിലും, പക്ഷേ ആ ഒരു ഫ്രണ്ടിലിരുന്ന് യാത്ര ചെയ്യുന്നതൊക്കെ നല്ല സുഖമാണ്. പിറകിലിരിക്കുന്നവർക്കാണെങ്കിൽ തലയടിക്കാൻ മാത്രമേ നേരമുണ്ടാവുള്ളൂ. അതാണ് അതിൻ്റെ വേറൊരു വശം. നിങ്ങൾക്ക് കാണാം എത്രമാത്രം വലിയ പാറക്കല്ലുകൾക്കിടയിലൂടെയാണ് ഈ ജീപ്പ് വളരെ അനായാസേന കയറുന്നതെന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മൾ ആ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഡ്രൈവിന് ശേഷം, ആ ഒരു ജീപ്പ് ഡ്രൈവിന് ശേഷം നമ്മൾ ഈ 900 കണ്ടി എക്കോ പാർക്കിന് സമീപം എത്തിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് നടന്ന് കയറണം. പക്ഷേ അത് കുഴപ്പമില്ല കേട്ടോ, നല്ല രസമാണ്. ഒരു ചെറിയൊരു എൻട്രി ഫീ ഉണ്ട്, കൃത്യമായിട്ട് ഓർമ്മയില്ല, എനിക്കൊന്ന് ചെറിയൊരു ഫീസാണ്. അത് നമുക്ക് ആദ്യം എടുക്കണം. അതിന് ശേഷം വേണം നമുക്ക് ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറിപ്പോകാൻ. അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് അല്ലാതെ തന്നെ ഒരുപാട് വേറെയും കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം, പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഞങ്ങൾ അതൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഞങ്ങൾ കൂടുതൽ ഈ ഗ്ലാസ് ബ്രിഡ്ജും അതിൻ്റെ അടുത്തേക്കുള്ള സ്ഥലങ്ങളുമാണ് നമ്മുടെ ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നത്. സോ ഞങ്ങൾ അവിടെ എത്തിയ പാട് തന്നെ ഞങ്ങൾ എന്നാൽ പിന്നെ നടന്ന് കയറിയേക്കാം എന്നുള്ള കൺസെപ്റ്റോട്ട് അങ്ങ് നടന്ന് തുടങ്ങി. അങ്ങനെ നമ്മൾ ആ മനോഹരമായ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തി. ചെറിയ മഴ, ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് തന്നെ ചെറിയൊരു ബുദ്ധിമുട്ട് ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ നടക്കാനുണ്ടായിരുന്നു. കാരണം നല്ലപോലെ, അല്ലെങ്കിൽ മഞ്ഞൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം, ചെറിയൊരു സ്ലിപ്പറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ വളരെ കെയർഫുള്ളായിട്ടാണ് നടന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ സൈഡിൽ നിൽക്കുമ്പോഴുള്ളൊരു വ്യൂ ഉണ്ടല്ലോ, എന്തൊരു ഭംഗിയാണ് ഈ വയനാടൻ ഏരിയ എന്നുള്ളത് നമ്മൾ കണ്ടു നിന്ന് പോകും. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.